ഇനി മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് കടക്കാം. മുല്ലപ്പെരിയാറിൽ നിലവിൽ ആശങ്ക വേണ്ട എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം എന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. ആവശ്യമായ ജലം തമിഴ്നാടിന് നൽകി സുരക്ഷിതമായ ഒരു ഡാം വേണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. തമിഴ്നാടുമായി ചർച്ചകൾ ഫലപ്രദമായി തുടരുകയാണെന്നും തമിഴ്നാടിനോട് ശത്രുതാ മനോഭാവം ഇല്ല എന്നും മന്ത്രി പറയുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ യോഗം ചേർന്നു. ഈ യോഗത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, ഈ യോഗത്തിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിലപാട് ആശങ്കയ്ക്ക് ഒരു സ്ഥാനമില്ല എന്നത് തന്നെയാണോ? പുതിയ ഡാം വേണം എന്നൊരാവശ്യം കേരളം വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടത്ര ഒരു അംഗീകാരം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ബന്ധപ്പെട്ടവരിൽ നിന്നോ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ആശങ്ക പടരുന്നു എന്ന സാഹചര്യത്തെ എങ്ങനെയാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്? തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്? മനു, തീർച്ചയായും പുതിയ ഡാം എന്ന ആവശ്യത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എത്തരത്തിൽ ഈ ആവശ്യത്തിലേക്ക് എത്തുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പ്രത്യേകിച്ചും നീതിപീഠത്തിൽ നിന്ന്, കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു അനുകൂലമായ ഒരു ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഈ യോഗത്തിന് ശേഷം മന്ത്രി പങ്കുവച്ചത്. അപ്പം കോടതിക്ക് പുറത്ത് ഇത് ചർച്ച ചെയ്ത് തമിഴ്നാടുമായി ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് സംബന്ധിച്ചും അദ്ദേഹം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും തമിഴ്നാടുമായിട്ട് ഒരു ശത്രുതാ മനോഭാവമില്ല. തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ കേരളത്തിന് സുരക്ഷിതമായ ഒരു ഡാം എന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ 130 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. കഴിഞ്ഞ ദിവസം അത് 131 അടിക്ക് മുകളിലേക്ക് എത്തിയിരുന്നു. നിലവിൽ തമിഴ്നാട് ടണൽ മാർഗം വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിനനുപാതികമായി നിലവിൽ വെള്ളം കുറവാണ് ഇപ്പോൾ വെള്ളം ഒഴുകിയെത്തുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രിൻസ്, നമുക്ക് ആ മന്ത്രിയുടെ പ്രതികരണം നമ്മുടെ കയ്യിലുണ്ട്. പ്രിൻസ് തന്നിട്ടുണ്ട്. ഏതായാലും ആ പ്രതികരണം ഒന്ന് നമുക്ക് കേൾക്കാം. കാരണം ആശങ്കയ്ക്ക് ഒരു സ്ഥാനമില്ല, ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രതികരണം കേൾക്കാം. ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായൊരു കാര്യം, കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത്. ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം. ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക, ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക, എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ റിവ്യൂ ചെയ്യും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട്, ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട്, ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ്. അതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾക്ക് വേണ്ട നടപടികൾ ഒരുക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒക്കെയുള്ള സൗകര്യം ഉണ്ട്. അതിനുവേണ്ടിയുള്ള മുൻകരുതലെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പ്രിൻസ്, അത് ഏതു തരത്തിൽ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് കേരളം നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഈ വെള്ളം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കാനാകും? അത്തരം കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടോ? മനു, സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച് മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും അതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ഒപ്പം പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. വണ്ടിപ്പെരിയാറിലെ വാഴൂർ സുമൻ MLA അധ്യക്ഷതയിൽ യോഗം ചേരും. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിശകലനം ചെയ്യാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാറ്, വള്ളക്കടവ്, വാളാടി, ഉപ്പുതറ, ചപ്പാത്ത് തുടങ്ങി മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകിയാൽ ഇടുക്കി ഡാമിലേക്ക് എത്തുന്ന പ്രദേശങ്ങളിലുള്ള പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നദിയോട് വളരെ അടുത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ എത്ര പേരെ മാറ്റിപ്പാർപ്പിക്കണം, എവിടേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നത് സംബന്ധിച്ചും അതിനുവേണ്ടി ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക എന്നതൊക്കെയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇത്തരത്തിൽ എത്രമാത്രം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാരും വള്ളക്കടവിലും ഒക്കെയാണ് ആദ്യം വെള്ളം എത്തുക. അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾക്ക് മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അണക്കെട്ട് തുറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നിലവിലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ പോലെ മഴ അതിശക്തമായി പെയ്തില്ലെങ്കിൽ ഷട്ടർ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസത്തേക്കാൾ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന അളവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ അത്ര ശക്തമായി നീരൊഴുക്ക് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ആശ്വാസകരം കൂടിയാണ്. എങ്കിൽ പോലും നിലവിൽ ഉയരുന്ന ആശങ്ക വരും ദിവസങ്ങളിലൊക്കെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അണക്കെട്ട് പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു ആശങ്കയും ഉണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയാൽ അണക്കെട്ട് തുറക്കേണ്ടതായ കീഴിലുള്ള വെള്ളം പുറത്തേക്ക് പെരിയാറിലേക്ക് ഒതുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും മറ്റ് ആശങ്കകൾ ഒന്നും വേണ്ട എന്നും ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്ത് ലഭ്യമായ ഒരു പരിഹാരം കണ്ടെത്താനാണ് കേരളം ശ്രമിക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റ് ആശങ്കകളൊന്നും ഉണ്ടാവണ്ട, ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ വരുതെന്നും പറയുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവരെ നിരീക്ഷിക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തെറ്റായ പ്രചാരണം നടത്തുന്ന യൂട്യൂബ് ബ്ലോഗർമാർക്കെതിരെയും നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ആശങ്കകളൊന്നും വേണ്ട. പുതിയ ഡാം എന്ന ഒരു നിലപാടിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നു. കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി അല്ലെങ്കിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം തമിഴ്നാടുമായി ചർച്ച ചെയ്ത് രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന വഴികൾ കൂടുതൽ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. പ്രിൻസ്, ഇതിൽ മറ്റൊരു കാര്യം, ഈ വിഷയം നമ്മൾ വിചാരിക്കുന്നത്ര ഒരു നിസ്സാരമല്ല. സ്വാഭാവികമായും ഇത് മുമ്പ് പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശങ്കയാണ്. അന്നൊക്കെ ഇത് വലിയ ഒരു വിഷയമായി, ഒരു വിവാദമായി ഒക്കെ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. ഒടുവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തമിഴ്നാട്ടിൽ ചെല്ലുകയും അവിടുത്തെ പത്ര എഡിറ്റർമാരെ വിളിച്ച് അവരുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ആ ഒരു കേരള തമിഴ്നാട് സ്പർദ്ധ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവായത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു കുറെ കൂടി സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു കുറെ കൂടി ഭീതിജനകമായ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്കോ പോകാതിരിക്കാൻ ഒക്കെയുള്ള ഒരു മുൻകരുതൽ ഈ യോഗത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? അത്തരത്തിലൊരു തീരുമാനം യോഗത്തിലുണ്ടായെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. വെള്ളം പുറത്തേക്ക് തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടായാൽ, പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മുൻകരുതലുകൾ ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലുമൊക്കെ സമാനമായ യോഗങ്ങൾ ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ആളുകളെ മാറ്റിപ്പാർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധികമായ മീറ്റിംഗ് ആണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. തുടർ നടപടികളുമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നിലവിൽ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യം പല ആളുകളിൽ നിന്നും, പല വിഭാഗങ്ങളിൽ നിന്നും, പല കോണുകളിൽ നിന്നും ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം ഇടുക്കിയിൽ തന്നെയാണെങ്കിൽ പോലും സാമുദായിക നേതാക്കന്മാരൊക്കെ സമരരംഗത്തേക്ക് വരുമെന്നുള്ളൊരു ആഹ്വാനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻപോട്ട് വെച്ചിരുന്നു. അല്ലെങ്കിൽ ഡാം പുനർനിർമ്മിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായപ്പോഴൊക്കെയും തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും എന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് പോലും ലോവർ പെരിയാറിലേക്ക് തമിഴ്നാട് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ദിവസങ്ങളും സമാനമായ ഒരു അവസ്ഥ കർഷക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാകുകയും ഈ ഡാമിനെതിരെ ഈ കേരളത്തിൽ നടക്കുന്ന
നടപടികൾക്കെതിരെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഇരു സംസ്ഥാന സർക്കാരുകളും ചേർന്ന് കൃത്യമായ ഒരു ചർച്ചകൾ നടത്തി എത്രയും വേഗത്തിൽ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ആവശ്യം. കാരണം വണ്ടിപ്പെരിയാർ അടക്കം വാളാർടി അടക്കമുള്ള മേഖലകളിൽ അണക്കെട്ടിന്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന, പെരിയാർ നദിയോട് ചേർന്ന് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും സമാനമായ ഭീതിജനകമായ സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത്. കാരണം എല്ലാ വർഷവും വെള്ളം പുറത്തേക്ക് എടുക്കേണ്ടി വരുന്നു. ചിലപ്പോൾ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ വലിയ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ പുറത്തേക്ക് എടുക്കുമ്പോഴൊക്കെ ഇവരുടെ വീടുകൾ വെള്ളം കയറുകയും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഒപ്പം ഏത് നിമിഷമാണ് വലിയ ഒരു ദുരന്തം സംഭവിക്കുക എന്ന ഒരു ആശങ്കയിലാണ് ഇവരുടെ ജീവിതം. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ ആശങ്ക, ഈ പ്രദേശവാസികളായ പതിനായിരങ്ങളുടെ ആശങ്ക ആദ്യം തന്നെ ദൂരീകരിക്കാൻ വേണ്ടി ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുകയും നടപടി സ്വീകരിച്ച പുതിയ അണക്കെട്ട് എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് എത്തണമെന്നാണ് എല്ലാവരും ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും മത സമുദായ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഈ ഒരു സമരരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേരള സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയും തമിഴ്നാടുമായി രമ്യമായ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മനു, യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും ആ പ്രദേശവാസികളുടെ ആശങ്ക അങ്ങനെ തന്നെ അവശേഷിക്കുന്നു എന്നതാണ് വാസ്തവം. ഏതായാലും ഇവിടെ തമിഴ്നാടിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഉള്ള ഒരു നീക്കത്തിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് എല്ലാ കോണുകളിൽ നിന്നും ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദവും സ്നേഹബന്ധത്തിനും ഒരു വിഘാതമുണ്ടാകാത്ത തരത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു പ്രശ്ന പരിഹാരമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഏതായാലും അതിനുള്ള പ്രാരംഭ നടപടികൾ എന്ന തരത്തിൽ ഇതിനെ കാണാം. പിന്നീട് കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷ കൂടി കേരളത്തിനുണ്ട്. അങ്ങനെ വന്നാൽ തുടർന്ന് അത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കാം.